മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു പുതിയ പ്രഭാതത്തിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് ഈ ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് ദൈവം നമ്മളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ദൈവാനുഗ്രഹത്തിൻ്റെ തികവിലായിരിക്കുവാൻ, ദൈവികതയുടെ തണലിൽ ജീവിക്കുവാനായിട്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷം. ദൈവ തിരുസന്നിധിയിൽ ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയുന്നതോടൊപ്പം ഇന്നേ ദിവസം അനുഗ്രഹദായകമായിട്ട് ജീവിക്കുവാനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രഭാത വിരുന്ന് ശുശ്രൂഷ വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയാണ്. പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ നിമിഷം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോടൊപ്പം വളരെ പ്രത്യേകമായിട്ട് ലോകം എമ്പാടുമുള്ള എല്ലാ നിരാലംബരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. ദൈവവചനം അത് ജീവദായകമാണ്, അത് ശക്തിയേകുന്നതാണ്. ഏറ്റവും തീക്ഷ്ണമായിട്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 41 മുതലുള്ള വാക്യങ്ങൾ. അവൻ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തൊട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു. പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു. എന്നാൽ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ ഇട്ടു. അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരേക്കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നാണ് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിലുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് വേണ്ടി അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം, ദരിദ്രയായ വിധവ തൻ്റെ ഉപജീവനത്തിൻ്റെ വക മുഴുവൻ ദൈവത്തിന് സമർപ്പിക്കുകയും തമ്പുരാനിൽ ആശ്രയം വെച്ചുകൊണ്ട് അവൾക്കുണ്ടായിരുന്ന ഉപജീവനത്തിൻ്റെ വക
തൻ്റെ വില കുറഞ്ഞ 2 ചെമ്പ് നാണയത്തൊട്ടുകൾ അവൾ നൽകി ശൂന്യമായ കരത്തോടു കൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന അവസ്ഥ. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ സംഭാവന കൊടുക്കാറുണ്ട്, നമ്മൾ നേർച്ചയിടാറുണ്ട്, അപരനെ സഹായിക്കാറുണ്ട്. നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിന് ഒരു കുറവ് വരുന്ന രീതിയിൽ കൊടുക്കാനായിട്ട് ജീവിതത്തിൽ നമ്മൾ ആരെങ്കിലും തയ്യാറാകാറുണ്ടോ? നമ്മുടെ മിച്ചത്തിൻ്റെയും ലാഭത്തിൻ്റെയും ഒരു വിഹിതമല്ലേ നേർച്ചപ്പെട്ടികളിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായ നിധികളിലുമൊക്കെ നമ്മൾ നിക്ഷേപിക്കുന്നത്? അല്ലാതെ എൻ്റെ ഉപജീവനത്തിൻ്റെ വക, എനിക്ക് മരുന്ന് വാങ്ങാനുള്ള പണം, എനിക്ക് വസ്ത്രം വാങ്ങാനുള്ള പണം, എൻ്റെ കുഞ്ഞിന് ഫീസ് കൊടുക്കാനുള്ള പണം അപരൻ്റെ ജീവിതത്തിന് ഒരു സഹായകമാകാനായിട്ട് പങ്കുവെക്കാനായി ജീവിതത്തിൽ ഞാനോ നിങ്ങളോ തയ്യാറാണോ? പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. പലപ്പോഴും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെയൊക്കെ ഭവനങ്ങളിലെ അരിച്ചാക്കുകളിലും അരിപ്പാട്ടകളിലും ആഴ്ചകൾക്കും മാസങ്ങൾക്കും വേണ്ടുന്ന അരി നിറഞ്ഞു നിൽക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. പ്രിയമുള്ളവരെ, ജീവിതയാത്രയിൽ നമ്മൾ ഓരോരുത്തരും ഒന്ന് പരിശോധിച്ച് നോക്കണം. എത്രമാത്രം ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട്, എത്രമാത്രം ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയം ഗമിച്ചുകൊണ്ട് എൻ്റെ വിശ്വാസ ജീവിതത്തില്, എൻ്റെ കത്തോലിക്ക വിശ്വാസ ജീവിതത്തില്, എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ മകനും മകളുമായിട്ടുള്ള ജീവിതത്തില് മുന്നേറാനായിട്ട് എനിക്ക് സാധ്യമാകുന്നുണ്ട്. അപരൻ്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക്, അപരൻ്റെ ജീവിതത്തിൻ്റെ വേദനകളിലേക്കും നിരാലംബതകളിലേക്കും ഒന്ന് ഇറങ്ങിച്ചെല്ലുവാനായിട്ട്, ആരാരും സഹായിക്കാനും ആരാരും തിരിഞ്ഞു നോക്കാനും ഇല്ലാത്തവരുടെ ജീവിതങ്ങളിലേക്ക് ഒരാശ്വാസമായി ജീവിതത്തിൽ ചെന്നെത്തുവാനായിട്ട് സാധിക്കുന്നിടത്താണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മൂല്യത്തെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നത്. ഇന്ന് പലപ്പോഴും കാണാറുള്ള ഒരു സങ്കടത്തിൻ്റെ അവസ്ഥ അച്ഛൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഈ പ്രഭാതത്തിൽ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും കണ്ടുമുട്ടാറുണ്ട്. അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലുമൊക്കെ ഭക്ഷണവുമായിട്ട് ഓടിയെത്തുന്ന അനേകരെ ഞാൻ കണ്ടുമുട്ടാറുണ്ട്. നല്ല കാര്യമാണ്, അതിനൊരു എതിർപ്പും ഇല്ല. പക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ കൊണ്ടുവരുന്ന ഭക്ഷണത്തിൻ്റെ ഒരു വീതം അവരോടൊപ്പം അവരുടെ മേശയിലിരുന്ന് അവരോട് തോൾ ചേർന്നിരുന്ന് ഭക്ഷിക്കാനുള്ള ഒരു മനസ്സ് ജീവിതത്തിൽ ഉണ്ടോ? അവിടെയാ പ്രിയമുള്ളവരെ ഈശോനാഥൻ നൽകുന്ന വലിയ പാഠമെന്ന് പറയുന്നത്, അവൻ ഗുരുവും നാഥനുമായിരിക്കെ തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകി തുടച്ച് ചുംബിച്ച് എളിമയുടെ മാതൃക നമ്മളെ പഠിപ്പിച്ചു. അവൻ കാണിച്ചു തരുന്ന എളിമയുടെ മാതൃകയിലൂടെ സഞ്ചരിക്കുവാനായിട്ട്, അവൻ ശൂന്യവൽക്കരിച്ചതുപോലെ ജീവിതത്തിൽ ഒന്ന് ശൂന്യവൽക്കരിക്കുവാനായിട്ട്, അവൻ സ്വയം സമർപ്പിച്ചതുപോലെ ജീവിതത്തിൽ ഒന്ന് സമർപ്പിക്കുവാനായിട്ട്, അവൻ എല്ലാം പരിത്യജിച്ചതുപോലെ ജീവിതത്തിൽ ഒന്ന് പരിത്യജിക്കുവാനായിട്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രിയമുള്ളവരെ നമുക്കോരോരുത്തർക്കും സാധിക്കണം. സക്കറിയായുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 3-ാം വാക്യം പറയുകയാണ്, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ, അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും. എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവിൻ, അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും. പ്രിയമുള്ളവരെ, ശൂന്യമായ കരത്തോട് കൂടെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ജീവിതത്തിൽ സാധ്യമാകണം. ധൂർത്തപുത്രനെ പോലെ, ധൂർത്തപുത്രൻ തനിക്കുണ്ടായിരുന്നത് പിതാവ് കൊടുത്ത സകലതും സംഭരിച്ച് കൈ നിറച്ച് സമ്പാദ്യവുമായിട്ട് അവൻ പോയി. പക്ഷെ അവൻ തിരിച്ചു വരുന്നത് എപ്രകാരമാ? ശൂന്യമായ കരത്തോടു കൂടെ അവൻ പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയാ. അകലെ വെച്ച് തന്നെ പിതാവ് അവനെ കാണുകയും അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയും ചെയ്യുന്ന പിതാവിനെ നമ്മൾ കണ്ടുമുട്ടുകയാ. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം,
ഇതുപോലെ ശൂന്യമായ കരത്തോടെ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് മടങ്ങി വരാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഫരിസേയ മനോഭാവത്തോടു കൂടെ ദേവാലയത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് കരമുയർത്തി സ്വയം നീതീകരിക്കുന്ന അവസ്ഥയല്ല, മറിച്ച് ഒരു ചുങ്കക്കാരനെ പോലെ ദേവാലയ കവാടത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും മടിച്ചുകൊണ്ട് സ്വയം വിലപിക്കുവാനും തൻ്റെ പാപങ്ങളെക്കുറിച്ച്, തൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കുവാനും ജീവിതത്തിൽ സാധിക്കണം. അത് സാധ്യമാകുന്നിടത്ത പ്രിയമുള്ളവരെ ക്രൈസ്തവ ജീവിതം മൂല്യമുള്ളതും വിലയുള്ളതും ആയിത്തീരുന്നത്. സ്വയം ശൂന്യവൽക്കരിക്കുവാനായിട്ട്, സ്വയം ഒന്ന് ദൈവത്തോട് ഒന്ന് ചേർത്ത് വെക്കാനായിട്ട് ജീവിതത്തിൽ പറ്റണം, സാധ്യമാകണം. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ അത് നമുക്ക് പറ്റുകയും സാധ്യമാവുകയും ചെയ്യണം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എത്രമാത്രം ഒന്ന് എളിമപ്പെടാനും എളിമപ്പെടുത്തുവാനും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധ്യമാകുന്നുണ്ട്. ഉയർന്ന സ്ഥാനമാനങ്ങളും അല്ലെങ്കിൽ സുഖലോലുപതയുടെ ജീവിതവും ഇന്ന് പലപ്പോഴും നാം ഓരോരുത്തരും ആഗ്രഹിക്കാറുണ്ട്. എവിടെയാണെങ്കിലും എന്നെക്കുറിച്ച് ഒരു നല്ല 2 വാക്ക് മറ്റുള്ളവർ പറയണം, എവിടെയാണെങ്കിലും ഞാനൊരു സംഭവമാണെന്ന് മറ്റുള്ളവരെ ഉയർത്തിപ്പിടിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം അടിക്കടി വർദ്ധിച്ചു വരുമ്പോൾ ഒരു ക്രൈസ്തവ ശിഷ്യനായിട്ട് സ്വയം എളിമപ്പെടാനും സ്വയം ജീവിതത്തിൽ ശൂന്യവൽക്കരിക്കുവാനും സ്വയം പുറകോട്ട് മാറി നിൽക്കുവാനും ജീവിതത്തിൽ എനിക്ക് സാധ്യമാകുന്നുണ്ടോ? അവിടെയാണ് പ്രിയമുള്ളവരെ ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചന ഭാഗം നമ്മുടെ മുൻപിലേക്ക് ഒരു ശക്തമായ സാന്നിധ്യമാകുന്നത്. ശക്തമായ സാന്നിധ്യം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ശക്തമായ ചോദ്യചിഹ്നമായിട്ട് ജീവിതത്തിൽ നിൽക്കുകയാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം 9-ാം വാക്യം പറയുകയാണ്, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. നിനക്കെൻ്റെ കൃപ മതി, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ദൈവത്തിൻ്റെ മുൻപിൽ ഒന്ന് ബലഹീനനായിട്ട് നിൽക്കാനായിട്ട്, ദൈവത്തിൻ്റെ മുൻപിൽ ഒന്ന് താഴ്മയോടെ ആയിരിക്കാനായിട്ട്, ദൈവത്തിൻ്റെ മുൻപിൽ ഒന്ന് എളിമപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ഒന്ന് സമർപ്പിക്കുവാനായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ഒന്ന് സാധ്യമാക്കണം. നീ എളിമപ്പെടുന്ന നിമിഷം, നീ ശൂന്യവൽക്കരിക്കുന്ന നിമിഷം, നീ തമ്പുരാന്റെ മുൻപിൽ താഴ്മയോടുകൂടെ നിൽക്കുന്ന നിമിഷം, നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഒന്നിന് പുറകെ ഒന്നായിട്ട് അവിടുന്ന് ഒഴുക്കും. നീ ഉറച്ചു വിശ്വസിച്ചോളണം. അഹംഭാവിയുടെ മേലല്ല, മറിച്ച് നിന്റെ സമ്പന്നതയിൽ നീ അഹംഭാവപ്പെടുന്ന അവസ്ഥകളിലേക്കല്ല, മറിച്ച് എളിമപ്പെടുന്നിടത്ത പ്രിയമുള്ളവരെ ദൈവകൃപ സംഭവിക്കുന്നത്. എത്രമാത്രം എളിമപ്പെടാമോ അത്രമാത്രം ദൈവകൃപയാൽ ജീവിതം നിറയപ്പെടും. ജീവിതയാത്രയിൽ നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം, എത്രമാത്രം ഒന്ന് എളിമപ്പെടുവാനായിട്ട്, സ്വയം ശൂന്യവൽക്കരിക്കുവാനായിട്ട് ജീവിതത്തിൽ എനിക്ക് സാധിക്കുന്നുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ, എൻ്റെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ, എൻ്റെ ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് എൻ്റെ ജീവിതത്തെ ഈ പ്രഭാതത്തിൽ ഞാൻ കൊടുക്കുകയാണ്. എൻ്റെ തമ്പുരാൻ്റെ ഹിതം, എൻ്റെ തമ്പുരാനെ എന്നെക്കുറിച്ചുള്ള പദ്ധതികളൊന്നും അറിയുവാനായിട്ട്, എൻ്റെ തമ്പുരാൻ്റെ ഉള്ളിൽ എനിക്കൊരു സ്ഥാനം നേടിയെടുക്കുവാനായിട്ട്, എൻ്റെ തമ്പുരാൻ്റെ ഹിതത്തിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് തിരുവചനം എന്നോട് അനുശാസിക്കുകയാണ്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായിട്ട് ഉണ്ടാകുവാനുമാണ്. അപരനിലേക്ക് ക്രൈസ്തവ ജീവനെ, ക്രിസ്തുവിൻ്റെ ജീവനെ ഒന്ന് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട്, അവരുടെ ജീവിതങ്ങളിലേക്ക് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ജീവന്റെ സാന്നിധ്യമായിട്ട് മാറാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധ്യമാകുന്നുണ്ടോ? വിധവയുടെ കൊച്ചു കാശ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. വിധവയുടെ കൊച്ചു കാശ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ?
ഈ വിധവയായ സ്ത്രീ തനിക്കുണ്ടായിരുന്ന സർവ്വതും ആ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുകയാണ്. എൻ്റെ ജീവിതയാത്രയിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കുള്ള സകലതും ഞാൻ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാണ്. ഇന്ന് പലരെയും ഞാൻ കണ്ടുമുട്ടാറുണ്ട്. ചില ആളുകളൊക്കെ തങ്ങളുടെ സർവസമ്പത്തും അനാഥാലയങ്ങൾക്കും അല്ലെങ്കിൽ ആശ്രമങ്ങൾക്കും അല്ലെങ്കിൽ ദൈവ ശുശ്രൂഷയ്ക്കും വചനപ്രഘോഷണത്തിനുമൊക്കെ സമർപ്പിക്കുന്ന അനേകരെ ഈ കാലഘട്ടത്തിൽ കണ്ടുമുട്ടാറുണ്ട്. വളരെ നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, വാർദ്ധക്യത്തിൻ്റെ സായാഹ്നത്തിലാണെങ്കിലും അവർ സമർപ്പിക്കാനായിട്ട് തയ്യാറായല്ലോ എന്ന്. പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം കൊടുക്കുന്നത്. എന്തുവായിക്കോട്ടെ, വളരെ നല്ല കാര്യമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വ്യക്തി ഇപ്രകാരം നൽകിയത് വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് കാണുവാനും അനുഭവിക്കുവാനും സാധിച്ചു. തനിക്കുണ്ടായിരുന്ന ഒരേക്കർ സ്ഥലം 10 പേർക്ക് ഭവനം പണിയാനായിട്ട് ഈ വ്യക്തി നൽകുകയാണ്. 10 പേർക്ക് ഭവനം പണിയാനായിട്ട് ഒരു വ്യക്തി കൊടുക്കാനായിട്ട് തയ്യാറായപ്പോൾ മറ്റൊരാൾ ആ 10 പേർക്കും ഒരു ഭവനം പണിതു കൊടുക്കാനായിട്ട് തയ്യാറായി. ഇപ്പം ഞാൻ ചോദിച്ചു, ഭവനം പണിതു കൊടുക്കുന്ന വ്യക്തിയെ കണ്ടുമുട്ടിയപ്പോൾ ആ ടീച്ചറോട് ഞാൻ ചോദിച്ചു, ടീച്ചറെ എന്തുകൊണ്ടാണ് ടീച്ചർ ഇപ്പം ഇങ്ങനെ കൊടുക്കാൻ? ടീച്ചർ പറഞ്ഞു, കുറേ കാലമായിട്ട് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരെങ്കിലും സ്ഥലം കൊടുക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് സ്ഥലമില്ല, പൈസയുണ്ട്, സ്ഥലം കൊടുക്കുന്നുണ്ടെങ്കിൽ പണിത് കൊടുക്കാമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്, പക്ഷേ ഈ വ്യക്തി കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിന് തയ്യാറായി. പ്രിയമുള്ളവരെ, ഇതാണ് വിധവയുടെ കൊച്ചു കാശ്. നമുക്കുള്ളത് ദൈവ ശുശ്രൂഷയ്ക്ക് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ സമർത്ഥമായിട്ട് വർഷിക്കുന്നു. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകടച്ച് നമ്മെ തന്നെ ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിത്വൈക ദൈവമേ, അങ്ങേ സന്നിധിയോട് ഇന്നേ ദിവസത്തെ എൻ്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുന്നു. അനുനിമിഷം അങ്ങയുടെ ത്രിത്വൈക ശക്തിയിൽ ആശ്രയിച്ച് ജീവിക്കുവാനായിട്ട്, ദൈവ പരിപാലനയുടെ തികവിൽ സന്തോഷിക്കുവാൻ, ദൈവാനുഗ്രഹത്തെ സ്വന്തമാക്കി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. വിശ്വ പിതാവേ, തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകനായിരുന്നതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളുടെ സംരക്ഷകനായി മാറണമേ. സകല വിശുദ്ധരെ, വാഴ്ത്തപ്പെട്ടവരെ, വേദസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം യാചിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധനെ, വിശുദ്ധയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥൻ്റെയും മധ്യസ്ഥയുടെയും പ്രാർത്ഥനാ സഹായം ഈ നിമിഷം പ്രത്യേകമായിട്ട് ഞങ്ങൾ തേടുന്നു. വളരെ പ്രത്യേകമായിട്ട് സ്വർഗം നിങ്ങൾക്ക് സമ്മാനമായി നൽകിയിരിക്കുന്ന കാവൽ മാലാഖയുടെ സംരക്ഷണം തേടി പ്രാർത്ഥിക്കാം. കാവൽ മാലാഖയെ ഞങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, തിന്മകളിൽ നിന്നും കാത്തു പരിപാലിക്കണമേ. യാഗവേദിയിൽ
ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ സമയം വളരെ പ്രത്യേകമായിട്ട് ശ്ലൈഹിക പാരമ്പര്യത്തോട് ചേർന്ന് നമ്മൾ ആശീർവാദം സ്വീകരിക്കുകയാണ്. മാർപ്പാപ്പായിൽ നിന്ന് മെത്രാന്മാരിലേക്ക്, മെത്രാന്മാരിൽ നിന്ന് വൈദികരിലേക്ക്, വൈദികരിൽ നിന്ന് സന്യസ്തരിലേക്കും അൽമായ പ്രേക്ഷിതരിലേക്കും ഒഴുകിയിറങ്ങുന്ന ശ്ലൈഹിക പാരമ്പര്യത്തോടും അധികാരത്തോടും ചേർത്ത് വെച്ചുകൊണ്ട് വിശുദ്ധ കുരിശിന്റെ ആശീർവാദം ഈ നിമിഷം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ പിതാവിന്റെയും പ്രാർത്ഥനകളും വിശുദ്ധ ഗീവർഗീസിന്റെയും സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും പ്രാർത്ഥനാ നിയോഗങ്ങളും നിങ്ങളുടെ പേരിന് കാരണഭൂതനായ വിശുദ്ധന്റെയും വിശുദ്ധയുടെയും നിങ്ങളുടെ ഇടവക മധ്യസ്ഥയുടെയും സ്വർഗം നിങ്ങൾക്ക് സമാനമായി നൽകിയിരിക്കുന്ന കാവൽമാലാക്കാരുടെ സംരക്ഷണം നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഡിവൈൻ ചാനലിനെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ എല്ലാ മേഖലകളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി രാവും പകലും മരിയൻ കൂടാരത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട്. അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോട് നിങ്ങളുടെ പ്രാർത്ഥനകളും ചേർത്ത് വയ്ക്കുക. സാധിക്കുന്നവരെല്ലാം ഇന്നേ ദിവസം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ഇതിന് സഹകരിക്കുകയും ചെയ്യുന്ന അനേകം മക്കളുണ്ട്. അവരെയും അവരുടെ കുടുംബങ്ങളെയും ചേർത്ത് വയ്ക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാ മാധ്യമ ശുശ്രൂഷകരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഡിവൈനിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന അനേകം മക്കളുണ്ട്. അവരിലേക്ക് ദൈവകൃപ ഒഴുകാനായിട്ട്. അതോടൊപ്പം തന്നെ നേതൃത്വം കൊടുക്കുന്ന വൈദികരുണ്ട്, അൽമായ ശുശ്രൂഷകരുണ്ട്. എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയും ചെയ്യുന്നു. ആമേൻ.